ദുബായിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറലിനെ കണ്ട് UAE മന്ത്രി ലാന നുസൈബ. മേഖലയിലെ സ്ഥിരത, ജനങ്ങളുടെ സുരക്ഷ, ആഗോള ഊർജ്ജ സുരക്ഷ എന്നിവയ്ക്ക് ഇറാൻ നിലപാട് ഭീഷണിയാണെന്ന് UAE സ്ഥിതിഗതികൾ വേഗം സാധാരണ നിലയിലാക്കണമെന്നും ആവശ്യമുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഹീസ്, ഇറാൻ നിലപാട് ഭീഷണിയാണെന്നാണ് ഇവിടെ UAE പറയുന്നത്. ഇനി സ്ഥിതിഗതികൾ വേഗം സാധാരണ നിലയിലാക്കണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ചർച്ചയായത് എന്തൊക്കെ? ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറലിനെ തന്നെയാണ് ഇപ്പോൾ UAE മന്ത്രി ലാന നുസൈബ കണ്ടിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രിയുടെ ദൂത് കൂടിയാണ് ഈ ലാന നുസൈബ. പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയും സംസാരിക്കാനായി പോകാറുള്ള മന്ത്രിയാണ്. നേരത്തെ ഈ ആക്രമണത്തിന് മുൻപ് ഇറാൻ സന്ദർശിച്ചിട്ടുള്ള ആളുകൂടിയാണ് ലാന നുസൈബ. അപ്പോൾ ലാന നുസൈബ ഇപ്പോൾ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി കണ്ടിരിക്കുന്നു. സാമ്പത്തിക ഞെരുക്കത്തിനും ഭീഷണിക്കുമായി ഹോർമുസിനെ ഇറാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് UAE ഇപ്പോൾ പറയുന്നത്. നേരത്തെ തന്നെ UAE അഭിപ്രായം പല ഘട്ടങ്ങളിൽ പല ഫോറങ്ങളിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി തന്നെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ഇത് അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മേഖലയിലെ സ്ഥിരത, ജനങ്ങളുടെ സുരക്ഷ, ആഗോള ഊർജ്ജ സുരക്ഷ ഇവയ്ക്കൊക്കെയും ഇറാന്റെ നിലപാട് വലിയ ഭീഷണിയാണ്. ഇറാൻ ഈ ഒരു കാര്യത്തെ ഈ ഒരു ഹോർമുസ് കടലിടുക്ക് വെച്ചിട്ട് ഗാമ്പിൾ ചെയ്യുകയാണ്, പലതരത്തിലുള്ള ഭീഷണി ഉന്നയിക്കുകയാണ്. തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നേരത്തെ അമേരിക്കയുമായി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുമായി ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഹോർമുസിലേക്ക് ചുറ്റിക്കെട്ടിക്കൊണ്ട് അത്തരത്തിലൊരു കുരുക്കിട്ടുകൊണ്ട് ഏത് നിലയ്ക്കും ആ പ്രശ്നങ്ങളൊക്കെയും സോൾവ് ചെയ്യാനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്ന് UAE പറഞ്ഞു വെക്കുകയാണ്. ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ലോകരാഷ്ട്രങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വേണം. ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏത് തരത്തിലുള്ള ഇടപെടലുകൾക്കും UAE തയ്യാറാണ്, പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഏത് തരത്തിൽ ഈ IMOയുടെ പ്രവർത്തനം നടത്തിയാലും അതിനെയൊക്കെയും ഇറാൻ UAE അതിനെയൊക്കെ പിന്തുണയ്ക്കും, സഹകരിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച തന്നെയാണിത്. നേരിട്ട് UAE കുറെ കാര്യങ്ങളൊക്കെയും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദിവസം വൈകിട്ട് തന്നെ റഷ്യൻ പ്രസിഡന്റും ഒപ്പം തന്നെ UAE പ്രസിഡന്റും സംസാരിച്ചിരുന്നു. അപ്പോൾ കൂടുതൽ ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ UAEയുമായി ബന്ധപ്പെടുന്നു. എന്തായാലും ഈ വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് UAE ഒരു ഫോക്കൽ പോയിന്റായി മാറുകയാണ്. നിരവധി ചർച്ചകളും നടക്കുന്നുണ്ട്. വർഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.